ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രം നിങ്ങൾ മാറരുത്. നിങ്ങൾ നിങ്ങളായിരിക്കുക. ശരിയായ ആളുകൾ യഥാർത്ഥമായി നിങ്ങളെ ഇഷ്ടപ്പെടും. ദേഷ്യത്തിലായിരിക്കുമ്പോൾ പ്രതികരിക്കരുത്. സന്തോഷത്തിലായിരിക്കുമ്പോൾ വാഗ്ദാനം നൽകരുത്. ദുഃഖിച്ചിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത്. ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടാനുള്ളതാകും. ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും. നിനക്കുവേണ്ടി സൃഷ്ടിച്ചതൊന്നും നിനക്ക് നഷ്ടമാകില്ല. നഷ്ടമായതൊന്നും നിനക്ക് വേണ്ടി സൃഷ്ടിച്ചതും അല്ല. ഏറ്റവും ചെറിയ വിത്തിൽ പോലും സൂര്യനിലേക്ക് എത്തണമെന്ന തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കാഠിന്യമേറിയ പാറയ്ക്ക് പോലും വഴികൊടുക്കേണ്ടി വരും. ഓർമ്മ വെക്കുക, ഇച്ഛാശക്തിയുള്ളിടത്ത് ജീവിതമുണ്ട്. തകർച്ചയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നിരാശയ്ക്ക് ഒരു സ്ഥാനവും നൽകാതിരിക്കുക. മഹത്തരമായ പല വിജയങ്ങൾക്ക് പിന്നിലും ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. ബോഡി ലാംഗ്വേജ് നോക്കി ആളുകളെ മനസ്സിലാക്കാം. എങ്ങനെയെന്നാൽ, ഒന്ന് സംസാരിക്കുമ്പോൾ അയാളുടെ കണ്ണ് വലത്തോട്ട് മുകളിലേക്ക് ആണെങ്കിൽ അയാൾ എന്തോ പുതിയ ഒരു കാര്യം പറയാൻ പോകുകയാണ്. 2. സംസാരിക്കുമ്പോൾ കണ്ണ് താഴോട്ടാണെങ്കിൽ അയാൾക്ക് ആത്മവിശ്വാസം ഇല്ല എന്നാണ്. 3. സംസാരത്തിനിടയിൽ കയ്യ് നഖം കടിച്ച് ആണ് പറയുന്നതെങ്കിൽ കളവാണ് പറയുന്നത്. 4. ഷെയ്ക്ക് ഹാൻഡ് തരുമ്പോൾ വളരെ ശക്തിയിൽ ഉള്ളതാണെങ്കിൽ അദ്ദേഹം വളരെ ശക്തനാണെന്നാണ്. 5. നമ്മൾ ചെയ്യുന്നത് കോപ്പി ചെയ്ത് അതുപോലെ നിൽക്കുന്നുണ്ട് എങ്കിൽ അയാൾ നമ്മളെ ബഹുമാനിക്കുന്നു എന്നതാണ്. കഠിനമായി പ്രവർത്തിക്കുന്നത് പ്രതിഫലമാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് ചെയ്യുക. ജീവിതത്തിൽ ഒരിക്കൽ അഭിനയിച്ചു തുടങ്ങിയാൽ പിന്നീടങ്ങോട്ട് ജീവിതാവസാനം വരെ അഭിനയം മാത്രമാകും കൈമുതൽ. ജീവിതം ജീവിച്ച് തീർക്കാനുള്ളതാണ്. ചിലരോട് നമ്മൾ കാണിക്കുന്ന അമിത സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യം തന്നെയാവാം ചിലപ്പോൾ അവർ നമ്മെ സംശയത്തോടെ വലിച്ചെറിയാനുള്ള കാരണമാകുന്നതും. നിങ്ങൾക്ക് ലോകത്ത് ഒരു മാറ്റം വരുത്താൻ കഴിയുന്നത് നിങ്ങൾക്ക് അത് ലഭിക്കാൻ മതിയായ ഭ്രാന്താണെങ്കിൽ മാത്രം. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ വിജയം കണ്ടെത്തുന്നതിന് നിങ്ങൾ അമിതമായി ചിന്തിക്കുന്നത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങളെ താഴെയിറക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ എന്നത്തേക്കാളും ശക്തമാക്കുന്ന എന്തെങ്കിലും ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലൂടെ നീളം ശരിയായ പ്രചോദനം അനുഭവിക്കാൻ ശരിയായ ആൾക്കൂട്ടത്തിനൊപ്പം നിൽക്കുക. ശരിയായ പ്രചോദനത്തോടെ, ശരിയായ ആളുകളുടെ സഹായത്തോടെ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾ ജീവിത ഗെയിമിൽ വളർന്നു. നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വാക്കുകൾ 3 കവാടങ്ങളിലൂടെ കടന്നു പോകട്ടെ. ഇത് സത്യമാണോ? അത് ആവശ്യമുള്ളതാണോ? അത് ദയയുള്ളതാണോ? അർത്ഥശൂന്യമായ 1000 വാക്കുകളെക്കാളും മികച്ചതാണ് ആശ്വാസം നൽകുന്ന ഒരു വാക്ക്. അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെയുണ്ടാകും, മനസ്സിലാക്കിയവർ അപൂർവവും. ബന്ധങ്ങൾ 4 തത്വങ്ങളെ അടിസ്ഥാനമാക്കി ഉള്ളതാണ്. 1. ബഹുമാനം. 2. മനസ്സിലാക്കൽ. 3. സ്വീകാര്യത. 4. അഭിനന്ദനം. ഒരു മനുഷ്യന് 3 ഭാഷകൾ ഉണ്ടായിരിക്കണം. എന്നയാൾക്ക് അടുപ്പമുള്ളവരോട് സംസാരിക്കുന്നത്, മറ്റൊന്ന് കാണുന്നവരോട് സംസാരിക്കുന്നത്, വേറൊന്ന് സ്വയം സംസാരിക്കുന്നത്. ഒരാളുടെ മനസ്സ് അറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അവരുടെ ഹൃദയം അറിയണമെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. സാമൂഹിക മര്യാദകളിൽ പെട്ടതാണ് 1. 2 പേർ സംസാരിക്കുകയാണെങ്കിൽ അവരുടെ സംസാരത്തിൽ തടസ്സപ്പെടുത്തി ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. 2. ആളുകൾ അടുത്തുള്ളപ്പോൾ ചുമ തുമ്മൽ വരികയാണെങ്കിൽ മാറിപ്പോയി തുമ്മുക, അല്ലെങ്കിൽ അടച്ചു പിടിച്ച് തുമ്മുക.
3. നിങ്ങൾ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കുന്നതിന് മുൻപേ തിരിച്ചു കൊടുക്കുക. 4. ഒരാൾ നിങ്ങൾക്ക് ട്രീറ്റ് തരുമ്പോൾ ഒരിക്കലും വില കൂടിയ ഭക്ഷണം ഓർഡർ ചെയ്യരുത്. 5. ഒരാളെ 3 പ്രാവശ്യത്തിലധികം നിങ്ങൾ കാൾ ചെയ്യരുത്. നിങ്ങൾ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, പക്ഷേ അത് സംഭവിച്ചു. എഴുന്നേറ്റ് നിന്ന് പര്യവേക്ഷണം ചെയ്യുക, കാരണം ജീവിതം ഇനിയും അവസാനിച്ചിട്ടില്ല. എല്ലാം നഷ്ടപ്പെടുന്നത് അവസാനമല്ല, വരുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മഹത്തായ യുഗത്തിൻ്റെ തുടക്കമാകാം. മങ്ങിയ വെളിച്ചത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ കാഴ്ചയെ പ്രകാശപൂരിതമാക്കാൻ നിങ്ങൾക്ക് കുറച്ച് പ്രചോദനം ആവശ്യമാണ്. നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയില്ലെന്ന് ആളുകൾ പറഞ്ഞാൽ അവർ വേണ്ടത്ര ശ്രമിച്ചിട്ടില്ല. നിങ്ങൾക്ക് കഴിയുമെന്നത് തെളിയിക്കാനുള്ള അവസരമാണിത്. ബന്ധങ്ങൾ എന്നും മുതൽക്കൂട്ടായി സൂക്ഷിക്കുക. ബന്ധങ്ങൾ നഷ്ടമായാൽ ജീവിതത്തിൽ മടുപ്പ് തോന്നിത്തുടങ്ങും. മനുഷ്യരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ ഓരോ ബന്ധങ്ങളാണ്. ശുഭാപ്തി വിശ്വാസിക്ക് മാത്രമേ എല്ലാ ബുദ്ധിമുട്ടുകളിലും അവസരങ്ങൾ കണ്ടെത്താൻ കഴിയൂ. നിങ്ങൾ മിക്കവാറും ഉപേക്ഷിക്കുമ്പോൾ അവസരം ലഭിച്ചാൽ നിങ്ങൾക്ക് മികച്ചതാക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുക. നിങ്ങൾക്ക് നിറവേറ്റാനുള്ള ഇച്ഛാശക്തിയില്ലെങ്കിൽ പ്രചോദനം ഒരിക്കലും പ്രവർത്തിക്കില്ല. ക്ഷമിക്കുന്നവർ ആകുക, മനസ്സിലാക്കുന്നവർ ആവുക, എന്നാൽ ഒരിക്കലും നിങ്ങൾ വിഡ്ഢിയാകരുത്. രാവിലെ എഴുന്നേറ്റ ഉടൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ പെട്ടതാണ്. 1. രാവിലെ അലാറമടിക്കുമ്പോൾ സ്നൂസ് ചെയ്യരുത്. അലാറമടിച്ചാൽ അപ്പോൾ തന്നെ ഉണരുക. 2. രാവിലെ ഉണരുമ്പോൾ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ സെറ്റ് ചെയ്യുന്നവർ ആ ദിവസം മുഴുവൻ ഉന്മേഷമുള്ളവരായി കാണപ്പെടുന്നു. 3. രാവിലെ ഉണരുമ്പോൾ റൂമിലെ ജനാലകൾ തുറന്ന് പ്രകൃതിയിലേക്ക് നോക്കി നിൽക്കുന്നത് വളരെ പോസിറ്റീവ് ആക്കും. 4. എഴുന്നേറ്റ ഉടനെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്നത് അത് ശരീരത്തിന് വളരെ നല്ലതാണ്. 5. ഒരു കാരണവശാലും രാവിലെ തന്നെ ഫോൺ നോക്കിയിരിക്കരുത്. അത് ആദ്യത്തെ ഉന്മേഷം നിങ്ങളിൽ നിന്ന് നശിപ്പിക്കുന്നതാണ്. താക്കോൽ ഇല്ലാതെ നിങ്ങൾക്കൊരു പൂട്ടിയ വാതിൽ തുറക്കാൻ കഴിയില്ല. പ്രചോദനം കൂടാതെ വിജയത്തിലേക്കുള്ള വഴി അൺലോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. തങ്ങളോട് അടുപ്പം കാണിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾ പൊതുവെ അവരുടെ സൗഹൃദ മേഖലയിലേക്കാണ് കൊണ്ടുപോകാറ്. വാക്കുകൾ നുണയായിരിക്കാം, പക്ഷേ ഒരിക്കലും പ്രവൃത്തികൾ സത്യം വിളിച്ചു പറയുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വർഷവും പുതിയ സുഹൃത്തുക്കളെ ലഭിച്ചേക്കാം, എന്നാൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ബാല്യകാല സൗഹൃദങ്ങൾക്ക് പകരമായി മറ്റൊന്നും ഉണ്ടാകില്ല. ശരിയായ പ്രചോദനം നിങ്ങളെ ബാധിക്കുന്നത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാകുമെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സമയം പ്രയോജനപ്പെടുത്തുക. വിജയം മാറ്റിവെക്കുന്നത് ഒരേ സമയം പ്രചോദനവും മാറ്റിവെക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.